Dear students, welcome. Today we are discussing about discovery of structure of DNA. In the previous class, we discussed about the structure of polynucleotide chains and different types of bonding. Here we are discussing about the discovery of structure of DNA. ഇന്ന് നമ്മൾ DNAയുടെ ഘടന എങ്ങനെയാണ് കണ്ടെത്തിയത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. DNA as an acidic substance present in nucleus was first identified by Friedrich Miescher. So DNA was identified by Friedrich Miescher in 1869. DNA ന്യൂക്ലിയസിൽ കാണുന്ന അമ്ല സ്വഭാവമുള്ള ഒരു വസ്തുവാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഫ്രെഡറിക് മിഷർ ആണ് 1869. ഹി നെയിംഡ് ഇറ്റ് ആസ് ന്യൂക്ലിൻ. അദ്ദേഹം അതിനെ ന്യൂക്ലിൻ എന്നാണ് വിളിച്ചത്. In 1953, that James Watson and Francis Crick proposed a very simple but famous double helix model for the structure of DNA. So, the famous double helix model was proposed by James Watson and Francis Crick in 1953. 1853 DNA വളരെ ലളിതമായ ഒരു ഘടന DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ പ്രൊഡ്യൂസ്ഡ് ബൈ മൗറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ചുറ്റുകോണി മാതൃക വാട്സണും ക്രിക്കും അവതരിപ്പിച്ചത് മൗറിസ് വിൽക്കിൻസിൻ്റെയും അതേപോലെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവരുടെ പഠനത്തിലെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹോൾമാർക്സ് ഓഫ് ദെയർ പ്രൊപ്പോസിഷൻ വാസ് ദ ബേസ് പെയറിംഗ് ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. അവരുടെ പഠനത്തിലെ ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് രണ്ട് പോളിന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ബേസ് പെയറിംഗ് ആയിരുന്നു. ആൻഡ് ദിസ് ഡബിൾ ഹെലിക്സ് മോഡൽ also based on the observation of ഇർവിൻ ചർഗാഫ്. ഇർവിൻ ചർഗാഫിൻ്റെ നിരീക്ഷണങ്ങളും ഇതിന് സഹായിച്ചിട്ടുണ്ട്. ഇർവിൻ ചർഗാഫ് observed that for a double stranded DNA, the ratios between adenine and thymine and guanine and cytosine are constant and equals 1. ഇർവിൻ ചർഗാഫിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ DNA തന്മാത്രയിലെ അഡിനിനും തൈമിനും തമ്മിലും അതേപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലുമുള്ള അനുപാതം തുല്യമാണ്. ഈ നിരീക്ഷണവും ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്യാൻ വാട്സനെയും ക്രിക്കിനെയും സഹായിച്ചു. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഓൾസോ ദ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ are constant and it is equal to 1. It is known as Chargaff rule. Now we can discuss a question from the 2019 improvement exam of +2 zoology. In a double-stranded DNA, the ratio between adenine and thymine, guanine and cytosine are constant and equal 1. Who observed this fact? ആരാണ് ഈ വസ്തുത നിരീക്ഷിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. യു നോ ദ ആൻസർ, ദാറ്റ് ഈസ് ഇർവിൻ ചർഗാഫ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഇനി നമ്മൾ DNAയുടെ ചുറ്റുകോണി മാതൃകയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ്? വൺ ഈസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. DNA നിർമ്മിച്ചിരിക്കുന്നത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടാണ്. വെർ ദ ബാക്ക് ബോൺ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷുഗർ ഫോസ്ഫേറ്റ് ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്. ഇതിൽ DNAയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടും നൈട്രജൻ ബേസുകൾ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുമാണ് കാണപ്പെടുന്നത്. ദ നെക്സ്റ്റ് ഈസ് ദ 2 ചെയിൻസ് ഹാവ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. It means if one chain has the polarity at 5' to 3', the other has 3' to 5'. വേറൊന്ന്
ഡി എൻ എയുടെ ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്നുള്ളതാണ്. രണ്ട് ധ്രുവത ഡി എൻ എയുടെ രണ്ട് ഇഴകളും കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഇഴ 5' 3' ദിശയിലേക്കാണെങ്കിൽ അടുത്ത ഇഴ 5' 3' ദിശയിലായിരിക്കും. രണ്ടും വിപരീത ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബേസസ് ഇൻ 2 strands ആർ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോമിംഗ് ബേസ് പെയേഴ്സ്. നൈട്രജൻ ബേസുകൾ, രണ്ട് ഇഴകളിലെയും നൈട്രജൻ ബേസുകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. അങ്ങനെ ബേസ് പെയേഴ്സ് രൂപപ്പെടുന്നു. അഡിനിൻ ഫോംസ് 2 hydrogen bonds with thymine from opposite strand ആൻഡ് വൈസ് വേഴ്സ. അഡിനിൻ അതിൻ്റെ വിപരീത ഇഴയിലുള്ള തൈമിനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ തൈമിൻ അഡിനിനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. സിമിലർലി ഗുവാനിൻ ഈസ് ബോണ്ടഡ് വിത്ത് സൈറ്റോസിൻ വിത്ത് 3 hydrogen bond. അതേപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിനുമായി ബന്ധപ്പെടുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടുകൾ വഴിയാണ്. ആസ് എ റിസൾട്ട് ഓൾവേസ് എ പ്യൂരൈൻ കംസ് ഓപ്പോസിറ്റ് ടു എ പിരമിഡൈൻ. അപ്പോൾ ഇവിടെ അഡിനിൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയും സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവർ ബേസ് പെയേഴ്സ് രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു പ്യൂരൈനിനെ വിപരീതമായി കാണുന്നത് ഒരു പിരമിഡനായിരിക്കും. This generate approximately uniform distance between the 2 strands of the helix. തന്മൂലം ഡി എൻ എയുടെ രണ്ട് ഇഴകളും തമ്മിൽ ഒരു നിശ്ചിത അകലം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. Look at this picture. Here you can see that adenine is bonded with thymine with 2 hydrogen bonds, while guanine is bonded to the cytosine with 3 hydrogen bonds. These are hydrogen bonds. The base pairs are linked by hydrogen bonds. The 2 chains are coiled in a right-handed fashion. ഡി എൻ എയുടെ രണ്ട് ചങ്ങലകളും വലതുഭാഗത്തേക്ക് ചുറ്റപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. The 2 chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nm. അതേപോലെ തന്നെ രണ്ട് ചുറ്റുകൾ തമ്മിലുള്ള ദൂരം 3.4 നാനോമീറ്റർ ആണ്. ആൻഡ് ദേ ആർ റഫ്ലി 10 ബേസ് പെയർസ് ഇൻ ഈച്ച് ടേൺ. ഓരോ ചുറ്റിലും 10 ബേസ് പെയറുകൾ കാണപ്പെടുന്നു. കോൺസിക്വൻ്റ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് പെയർ ഇൻ എ ഹെലിക്സ് ഈസ് എബൌട്ട് 0.34 nm. അതേപോലെ ബേസ് ജോഡികളുടെ ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഹിയർ വി ക്യാൻ സീ ദ ഷുഗർ ഫോസ്ഫേറ്റ് ഫോംസ് ദ ബാക്ക് ബോൺ ആൻഡ് നൈട്രജൻ ബേസസ് ആർ സീൻ പ്രൊജക്റ്റിംഗ് ഇൻവേർഡ്സ്. ഹിയർ ദ പിച്ച് ഓഫ് ദ DNA is 3.4 nm and the distance between 2 base pairs are 0.34 nm. The plane of one base pair stacks over the other in double helix. This is in addition to hydrogen bonds, which confers stability of the helical structure. Now we can discuss another question asked in the improvement 2019 exam. Observe the diagram of a double-stranded DNA strand. Identify the bonds A, B, C and D. It is a 2-mark question. Look here, you have to identify the bond A, bond B, bond C and D. You know that the answer is A is hydrogen bonds between base pairs and B is phosphoester bond between the 5th carbon and phosphate. That is CO bond, phosphoester bond between the 5th carbon of pentose sugar and the phosphate. And C is phosphodiester bond. Here 2 ester bonds are formed. One is between the 3rd carbon and phosphate group and another is the 5th carbon and the phosphate group. So 2
ester bonds are formed. So it is a phosphodiester bond. And in D, it is N-glycosidic bond between a pentose sugar and nitrogen base. It is a N-glycosidic bond. Okay.